രേഷ്മ, ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് പോയാൽ തന്നെയും ഇത്രയും ശക്തമായ വാദം അല്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ അത്രമേൽ ശക്തമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കാനുള്ളൊരു സാധ്യത ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള വിശദാംശങ്ങൾ? അഞ്ജന, നിലവിൽ സിദ്ദിഖിനെതിരായിട്ടുള്ള ശേഖരിച്ചിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ ശക്തമാണെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. മാത്രമല്ല, ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, തെളിവുകളടക്കം നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന പ്രോസിക്യൂഷൻ വാദവും അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഈ കുറ്റകൃത്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ സിദ്ദിഖിന് പങ്കുണ്ടെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം തന്നെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനായിട്ടുള്ള കാരണം. അതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഈ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചതിന് ശേഷം സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതിന്റെ അനിവാര്യതയും ഹൈക്കോടതി എടുത്തു പറയുന്നുണ്ട്. അതായത് സിദ്ദിഖിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കണം. പ്രതിയായിട്ടുള്ള സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ കുറ്റകൃത്യത്തിന്റെ ഗുരുതര സ്വഭാവം, അതിന്റെ മറ്റ് വശങ്ങളൊക്കെ തന്നെ കണക്കിലെടുക്കുമ്പോൾ കസ്റ്റഡിയിൽ തന്നെ പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതാണെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് പരാതിക്കാരിക്കെതിരെ സിദ്ദിഖ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് അപ്പാടെ ഹൈക്കോടതി തള്ളി എന്നുള്ളതാണ്. ഈ താമസം ഉണ്ടാക്കിയത്, അതായത് പരാതി നൽകാനായിട്ട് കാലതാമസം ഉണ്ടാക്കിയതിൽ ഒരു അവിശ്വാസ്യത സിദ്ദിഖ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അത് ഹൈക്കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതായത് പരാതി നൽകാനായിട്ട് കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കുറ്റമായിട്ട് കണക്കാക്കേണ്ടതില്ല. മാത്രവുമല്ല, വലിയ രീതിയിലുള്ള ആക്ഷേപം, അധിക്ഷേപം ഒക്കെ ഇരയ്ക്കെതിരെ സിദ്ദിഖിന്റെ അഭിഭാഷകർ ഉന്നയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതും അനാവശ്യമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇരയുടെ വ്യക്തിഹത്യ അത് നടത്തേണ്ടതില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും സിദ്ദിഖിന് എതിരായിട്ടുള്ള ഒരു തെളിവുകൾ അത് തന്നെയാണ് നിലവിൽ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളാനായിട്ടുള്ള പ്രധാന കാരണമായിട്ട് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഈ ഒരു കേസിന്റെ ശരിയായ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിയായിട്ടുള്ള സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തേ മതിയാകൂ. ഒരുപക്ഷെ മുൻകൂർ ജാമ്യം നൽകുകയാണെങ്കിൽ അത് തെറ്റായ സന്ദേശമായിരിക്കും സമൂഹത്തിന് നൽകുക. ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഇരയായിട്ടുള്ള പരാതിക്കാരിയെ നിശബ്ദയാക്കാനുള്ള ഒരു ശ്രമം സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇരയുടെ അല്ലെങ്കിൽ പരാതിക്കാരിയായ യുവനടിയുടെ സ്വഭാവത്തെ വലിയ രീതിയിൽ തെറ്റായിട്ട് ചിത്രീകരിച്ചത്. അത് അനാവശ്യമായി പോയി എന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. കാരണം സിദ്ദിഖിന്റെ അഭിഭാഷകൻ വാദം എന്നുള്ള രീതിയിൽ കോടതിയെ അറിയിച്ചിരുന്നത് ഈ പെൺകുട്ടി, അതായത് ഈ കേസിലെ പരാതിക്കാരിയായിട്ടുള്ള യുവനടി നേരത്തെയും പലർക്കുമെതിരെ തെറ്റായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഈ സിദ്ദിഖിനെതിരെ ഉന്നയിക്കുന്ന ലൈംഗിക അതിക്രമം അത് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു സിദ്ദിഖിന്റെ അഭിഭാഷകർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷെ ഹൈക്കോടതി പറഞ്ഞത് ലൈംഗിക അതിക്രമം നേരിട്ടു എന്നതിന്റെ പേരിൽ ആ ഇരയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇരയെ വ്യക്തിഹത്യ നടത്തുന്നത് ശരിയല്ലെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സ്ത്രീ ആണെങ്കിലും അത് താഴ്ന്നതോ അല്ലെങ്കിൽ ഉയർന്നതോ ഏത് വിഭാഗത്തിൽപ്പെടുന്നതോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് ഒന്നും നോക്കേണ്ടതില്ല, അവരെ ബഹുമാനിക്കേണ്ടതാണ് എന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സിദ്ദിഖിനെതിരായിട്ട് കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആ തെളിവുകളെ മുഖവിലക്കെടുത്ത് ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഈ കേസ് ശരിയായ രീതിയിൽ വരികയുള്ളൂ എന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉടൻ ചെയ്യേണ്ടത് പോലീസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം ഹർജി തള്ളിയതിനു ശേഷം പെട്ടെന്ന് തന്നെ അതിന്റെ മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുള്ളത്. എന്തായാലും ഇതേ ഹർജിയിൽ തന്നെ, അതായത് ഈ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കാനും ഹൈക്കോടതി മറന്നില്ല എന്നുള്ളതാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 നൽകിയതിനു ശേഷം 5 വർഷത്തോളം സർക്കാർ പാലിച്ച നിശബ്ദതയിൽ അതിനൊരു നിഗൂഢ സ്വഭാവമുണ്ടെന്നാണ് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു നടപടികൾ അല്ലെങ്കിൽ അതിന് പിന്നാലെയാണ് ഇതേ കേസിലെ ഇരയും അതോടൊപ്പം തന്നെ മറ്റു പലരും
സമാനമായിട്ടുള്ള ലൈംഗിക അതിക്രമം സംബന്ധിച്ചുള്ള പരാതികൾ കൊണ്ടുവരുന്നത്. പലർക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ ഇരകൾക്ക് പലർക്കും ഒരു അതിജീവിതമാരായിട്ട് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലും ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. എന്തായാലും സിദ്ദിഖിനെതിരായിട്ടുള്ള തെളിവുകളുടെ ബാഹുല്യം തന്നെയാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇനി സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളും നിരീക്ഷണങ്ങളും ഒരുപക്ഷെ അവിടെ തിരിച്ചടിയാവുകയാണെങ്കിൽ അപ്പീൽ പോയിട്ടും കാര്യമില്ല എന്നും നിയമവിദഗ്ധർ പറയുന്നുണ്ട്. ശരി, സിദ്ദിഖിനെതിരായുള്ള അന്വേഷണം വ്യാപകമായി തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൊച്ചിയിലുള്ള വീട് ഉൾപ്പെടെ പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. വ്യാപകമായ തിരച്ചിലാണ് സിദ്ദിഖിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും.